നേരം കൊണ്ട് കിടന്ന് വിളിക്കുന്നു. നിങ്ങൾ ഫോൺ എടുക്കാത്തത്? ഞാൻ വണ്ടിയിലായോന്ന് കേട്ടില്ല. നീ എന്തിനു വിളിച്ച? നിങ്ങളടുത്ത് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടില്ലേ എന്തോന്ന്? ഞാൻ കഴിക്കുന്ന പാത്രത്തിൽ വേറെ ആരും കഴിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന്. അതിന് ഞാൻ നിന്റെ പാത്രം ഒന്നും എടുത്തില്ല. നിങ്ങളല്ല, നിങ്ങളെ പുന്നാര അമ്മ. അതിന് നീയല്ലേ എന്നും അമ്മയ്ക്ക് ചോറ് കൊടുക്കുന്നത്? ഓ, ഞാൻ തന്നെയൊന്നും ചോറ് കൊടുക്കുന്നത്. ഇന്ന് ചിട്ടി പൈസ കൊടുക്കാൻ പോയ തക്കത്തിന് ഒപ്പിച്ച പണിയാണ്. എന്നിട്ട് തിന്നത് അറിയാതിരിക്കാൻ പാത്രം കഴുകി അതുപോലെ കൊണ്ട് വെച്ചേക്കുന്നു. കഴുകി പഴയതുപോലെ കൊണ്ട് വെച്ച ആരും അറിയില്ലെന്നാണ് അവരെ വിചാരം. നീ ഇത്തിരി നേരം ഒന്ന് മിണ്ടായി. ഞാൻ അമ്മയടുത്ത് ചോദിക്കാം. അമ്മ എവിടെ പാത്രം എടുത്തായിരുന്ന? അപ്പൊ ഞാൻ പറയണത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ? മോനെ, അമ്മ അറിയാതെ എടുത്തു പോയതാണ്. 3 മണി വരെ അവളെ കാത്തിരുന്ന്. എന്നിട്ട് വിശപ്പ് സഹിക്കാൻ വയ്യാതെ ആയപ്പോഴാണ് എടുത്തത്. പാത്രം മാറിപ്പോയതാണ്. കണ്ണൊന്നും പറ്റൂല, എനിക്ക് വയസ്സായില്ലേ, അതാണ്. എനിക്ക് എന്റെ പാത്രം ആരും എടുക്കുന്നതും ഇഷ്ടമല്ല. ഞാൻ വേറെ ആരുടെ പാത്രത്തിൽ തിന്നാറുമില്ല. അമ്മ ഇന്നലെ രാത്രി എവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്? ഇന്നലെ നമ്മള് പുറത്തുനിന്നല്ലേ കഴിച്ചത്? അതെ, നല്ല ഹോട്ടലിലിരുന്ന് കുഴിമന്തി തട്ടിയിട്ടപ്പ അമ്മയുടെ പ്ലേറ്റിലാണ് അമ്മ കഴിച്ചത്. അപ്പ അമ്മയ്ക്ക് വേറെ ആൾക്കാർ കഴിക്കുന്ന പാത്രത്തിൽ കഴിക്കാൻ ഒരു കുഴപ്പമില്ലായിരുന്നല്ലേ? അച്ഛമ്മ അറിയാതെ അമ്മയുടെ പാത്രം എടുത്തതിനാണ് അമ്മയ്ക്ക് ഇത്ര പ്രശ്നം. അച്ഛനും അമ്മയും എന്നെ എത്രമാത്രം സ്നേഹിച്ചു വളർത്തുന്നുണ്ടോ അതേപോലെ തന്നെ അച്ഛനെ സ്നേഹിച്ചു വളർത്തിയാണ് ഈ അച്ഛമ്മ. അത് അച്ഛനെ ഓർമ്മ വേണം.